ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ചരിത്രം പിറന്നിരിക്കുന്നു. WTC ഫൈനലിൽ വിജയിച്ചുകൊണ്ട് ലോക കിരീടം സ്വന്തമാക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഇന്നിങ്സിൽ അതിശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബാവുമയും സംഘവും ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യമായിക്കൊണ്ടാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കുന്നത്. അപ്രതീക്ഷിത തോൽവിയാണ് ഓസീസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇനി സ്കോർ കാർഡ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യ ഇന്നിങ്സിൽ ഓസീസ് 212 റൺസ് ആയിരുന്നു എടുത്തിരുന്നത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്ക തകർന്നടിയുകയായിരുന്നു. 10 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ് മാത്രമായിരുന്നു സൗത്ത് ആഫ്രിക്കക്ക് നേടാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് രണ്ടാമത്തെ ഇന്നിങ്സിൽ ഓസീസ് 207 റൺസ് സ്വന്തമാക്കി. അങ്ങനെ വലിയ ഒരു ലീഡ് അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് സൗത്ത് ആഫ്രിക്കയുടെ അത്ഭുതകരമായ തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 282 റൺസ് സ്വന്തമാക്കിക്കൊണ്ട് 5 വിക്കറ്റിന്റെ ഒരു വിജയമാണ് ഈ കലാശ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയിട്ടുള്ളത്. നന്ദി പറയേണ്ടത് അവരുടെ സൂപ്പർ താരമായ മാർക്രത്തോടാണ്. 207 പന്തുകളിൽ നിന്ന് 136 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 14 ഫോറുകൾ നേടിക്കൊണ്ടാണ് ഈ ഒരു ലോക കിരീടം സൗത്ത് ആഫ്രിക്കക്ക് അദ്ദേഹം ഇപ്പോൾ നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ ക്യാപ്റ്റനായ ഡെംബ ബാവുമയുടെ ഒരു ഇന്നിങ്സും എടുത്തു പറയേണ്ടതുണ്ട്. 134 പന്തുകളിൽ നിന്ന് 66 റൺസ് നേടിക്കൊണ്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡിംഗ്ഹാം 49 പന്തുകളിൽ നിന്ന് 21 റൺസ് നേടിക്കൊണ്ട് പുറത്താവാതെ നിന്നു. അങ്ങനെയാണ് ഓസീസിനെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ചരിത്രം അത് ഇപ്പോൾ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.